ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ സീക്രട്ട് ഫീലിങ്സ് എന്താണ്, അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഒരു സിറ്റുവേഷൻ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം എൻഡപ്പായി പോയതിൽ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ എൻഡപ്പായി പോയിട്ടുള്ളത്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബ്രേക്കപ്പിലോ സെപ്പറേഷനിലൊക്കെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു അവസാനത്തിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു എൻഡിങ്ങിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് ദുഃഖമുണ്ട്. മാത്രമല്ല, മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോഴും ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ഈ ഒരു ചിന്ത തന്നെയാണ് കിടക്കുന്നത്. ചിലപ്പോൾ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് ഇതോർത്ത് ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു മൂൺ എനർജി കാണാം. അതായത് ആ ഒരു വ്യക്തിയുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് പോലും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും പരസ്പരം പറഞ്ഞ് അല്ലെങ്കിൽ തുറന്ന് പറഞ്ഞ് ഒരു ക്ലാരിറ്റി ഇല്ലാതെ എൻഡപ്പായി പോയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്തൊക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്, അത് അവസാനിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ല കുറച്ചാൾ സെപ്പറേറ്റ് ആയിട്ടിരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു റീസൺ രണ്ടു പേർക്കും വളരെ വ്യക്തമായിട്ട് അറിയുകയും അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുകയൊക്കെ ചെയ്യും. പക്ഷെ ചില കേസിനകത്ത് അതൊന്നും ഉണ്ടാവണമെന്നില്ല. പല കാര്യങ്ങളും ഇനിയും പറയാനും ചോദിക്കാനും ബാക്കി കിടക്കുന്നുണ്ടാവാം. ചില സീക്രറ്റ്സ്, മിസ്റ്ററീസ് ഉണ്ടാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ, നുണ പറഞ്ഞിട്ടുണ്ടാവാം, സത്യം മറച്ചു വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഒരുപാട് കാര്യം അറിയണമെന്ന് തോന്നും. പക്ഷേ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയും കൂടി ആകുമ്പോഴത്തേക്കും അത്രയേറെ ഒരു മാനസിക ദുഃഖത്തിലേക്ക് പോകുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ടാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു ആങ്സൈറ്റി, എന്ത് ചെയ്യണമെന്നറിയില്ല, ആ ഒരു തരത്തിലൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷനിൽ പോയ വ്യക്തികളാകാനുള്ള വഴിയില്ല. കാരണം ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത നാളുകളിൽ സെപ്പറേഷനായി പോയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്ക് പോയിട്ടുള്ളവർ, നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുള്ള വ്യക്തികളുടെയൊക്കെ ഒരു എനർജി ആവാനാണ് കൂടുതലൊരു പോസിബിലിറ്റി ഉള്ളത്. കാരണം ഈ ഒരു പേഴ്സണ് ആ ഒരു നഷ്ടത്തിൽ നിന്ന് കരകയറാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവരായിട്ട് തന്നെ ആയിരിക്കാം നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡിങ് എന്നുള്ളൊരു രീതിയിലേക്ക് പോയിട്ടുള്ളത് ഇവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് പറയാതെ നിർത്തിപ്പോയൊരു പേഴ്സൺ ആയിരിക്കാം പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് പോവുക, അങ്ങനെയുള്ളൊരു രീതിയിലായിരിക്കാം ചിലപ്പോൾ ഇതിന് ഒരു സെപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അതിൽ നിന്നൊന്നും ഓവർകം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു വ്യക്തി ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. ആ ഒരു സ്റ്റക്നെസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് മെൻ്റലി ആയിരിക്കാം, ഫിസിക്കലി ആയിരിക്കാം, ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ പുറത്തേക്ക് വരാൻ കഴിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ സ്വയം കാര്യങ്ങൾ നിയന്ത്രിച്ചെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്റ്റക്നെസ് അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിലക്കുകളോ അല്ലെങ്കിൽ ഒരു ബന്ധനമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായെന്നിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് എൻഡിങ് ആയി എന്ന് ഉള്ള ചിന്തയാണെന്നുണ്ടെങ്കിലും അത്രയേറെ വിഷമിക്കുന്നുണ്ടെങ്കിലും ഒരു ആക്ഷൻ അവർക്ക് എടുക്കാൻ കഴിയാത്തത് ഈ ഒരു സ്റ്റക്നെസ് കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ടു ഓഫ് വൺസിൻ്റെ എനർജിയും കാണാം. ടു ഓഫ് വൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോഴും പ്ലാനിങ് ആണ്, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ചിന്താഗതി, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിൽ നോ കോണ്ടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലെങ്കിലും ഇതെങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് വരണം എന്നുള്ള ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതൊരു പ്ലാനിങ് എനർജിയാണ്, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആക്ഷൻ കാർഡല്ല അത്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിനകത്ത് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു താല്പര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ
നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ദുഃഖത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ഒട്ടും ഹാപ്പിയല്ല. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരെ ഹാപ്പിയാക്കാൻ പറ്റുന്ന ചില ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ടാവാം. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഗുഡ് ന്യൂസൊക്കെ അപ്പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയല്ല. ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു പെട്ടുപോയ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ്. ഇനി നമ്മൾ ഇവരുടെ ഒരു സീക്രട്ട് ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ മനസ്സിനകത്ത് ഒരുപാട് സ്നേഹം സൂക്ഷിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ ഫാമിലി വുമൻ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നോക്കി നടത്തുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. കുറച്ചും കൂടി കൺട്രോൾ ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു വ്യക്തിയായിരിക്കും. ദാറ്റ് മീൻസ് ഒരു ടീനേജറോ അല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് അടിച്ചു പൊളിച്ച് നടക്കുന്ന വളരെ സിംഗിളായിട്ടുള്ള ഒരു പേഴ്സണോ ഒന്നും ആവാനുള്ള ഒരു തരമില്ല. കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അതാണ് ഫാമിലിയുടെ കാര്യമെല്ലാം പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കരിയറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. കുറച്ച് മെച്യൂർ ആയിട്ടുള്ളൊരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സിറ്റുവേഷനുമായിട്ട് നമുക്കതൊന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. കാരണം ചിലപ്പോൾ അവരുടെ ഒരു പൊസിഷൻ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം അവരെ പല കാര്യങ്ങളും തീരുമാനങ്ങളും എടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് ഉണ്ടാകുന്നത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ കറൻ്റ്ലി നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും മനസ്സിനകത്ത് ഒരുപാട് സ്നേഹം സൂക്ഷിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ മനസ്സ് എന്താണോ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ളൊരു ഫീലിംഗ് എന്താണോ അത് അവർക്ക് തുറന്ന് കാണിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു ഇമോഷൻസ് അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. പക്ഷേ ഇമോഷൻസ് കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് സ്നേഹമില്ല എന്നൊരർത്ഥമില്ല. സ്നേഹം ധാരാളം ഉണ്ട്. പക്ഷേ അത് ആ ഒരു പേഴ്സൺ നിയന്ത്രിച്ച് നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ, നോ കോൺടാക്റ്റ്, അല്ലെങ്കിൽ എൻഡിങ് എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ ഒരു സംഭവത്തിൽ നിന്ന് വീണ്ടും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ വരണമെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സൺ ആരോടൊക്കെയോ ഫൈറ്റ് ചെയ്യേണ്ടെന്ന ഒരാവശ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെതിരായിട്ട് കുറച്ചധികം വ്യക്തികളുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോടൊക്കെ വളരെയധികം ഡിഫെൻസീവായിട്ട് പെരുമാറി ഈ ഒരു റിലേഷൻഷിപ്പിന് മാക്സിമം ഒരു എഫേർട്ട് കൊടുത്ത് ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. കാരണം ഇവരുടെ ഒരു എനർജിയിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരൊരു സീക്രട്ട് ഫീലിങ്സിനകത്ത് പോലും അത് വന്നിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു എനർജി. അപ്പോൾ ആ ഒരു രീതിയിലെല്ലാം അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രകടമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെടാത്ത വ്യക്തികളോ ഒക്കെ ഉണ്ടാവാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എത്രയും വേഗം നിങ്ങളിലേക്ക് ഓടി വരണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. നിങ്ങളിലേക്ക് എത്രയും വേഗം ഓടി വരണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട്. പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരവസ്ഥയാണ്. ആ ഇമോഷൻസ് എന്തൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ഉണ്ടെങ്കിലും അത് അവരതിൻ്റെ മനസ്സിനുള്ളിൽ തന്നെ വെക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ സീക്രട്ട് ഫീലിങ്സിനകത്ത് പോലും ആ ഒരു ലവേഴ്സ് എനർജി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു റിയൽ പാർട്ട്ണറായിട്ട് അവർ കാണുന്നത് നിങ്ങളെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സോൾമേറ്റ് ആയിക്കോട്ടെ, ആ ഒരു തരത്തിൽ അവർ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നത് മനസ്സുകൊണ്ട് നിങ്ങളെ തന്നെയാണെന്നുള്ളതാണ്. ആ ഒരു DFDM എനർജി ബോണ്ടിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെടുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരിക്കലും ഒരുക്കമല്ല എന്നുള്ളതാണ്. ആ ഒരു 9 ഓഫ് വൺസിൻ്റെ എനർജിയാണ് നമുക്ക് ആ ഒരു ഡെക്കിനകത്ത് ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നിങ്ങൾ അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അവർ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് ഇത് മാറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു മാറ്റം സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഈ ഒരു പേഴ്സൺ ഉണ്ട്. കറൻ്റ്ലി നമ്മൾ പറഞ്ഞതുപോലെ അവർ പല കാര്യങ്ങളിൽ പെട്ട് നിൽക്കുന്ന, സ്റ്റക്നെസ്സിലൊക്കെ പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹൈഡിങ് എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ നിൽക്കുന്നത് ആരാണെന്നുണ്ടെങ്കിലും അവരോട് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് എതിർത്ത് നിങ്ങളിലേക്ക് വരാനോ പറ്റാത്തൊരവസ്ഥയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം വളരെ സീക്രറ്റായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏത് തരത്തിലുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി നമ്മൾ നോക്കുമ്പോഴും ആ ഒരു ഫിയറിങ് എനർജി നല്ലപോലെ നിൽക്കുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം. അപ്പോൾ മറ്റുള്ള തേർഡ് പാർട്ടിയെ ഭയന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടിയെ മറികടന്ന് വരാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഗഡ്സോ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇവരായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ച് പോയിട്ടുള്ളൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബ്ലോക്ക് മാറ്റി നിങ്ങളെ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ വീക്ഷിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടെങ്കിലും വീണ്ടും വരുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു സീക്രട്ട് ഫീലിങ്സ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് ഒരുപാട് സ്നേഹം സൂക്ഷിക്കുന്നുണ്ട്, പക്ഷേ എന്തിനെയൊക്കെയോ ആരെയൊക്കെയോ ഭയപ്പെടുന്ന ഒരു പേഴ്സണും കൂടിയാണ്. അതുകൊണ്ടാണ് അവർക്കൊരു സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും വിൽ പവറോടുകൂടി മുന്നിലേക്ക് വരാൻ ശ്രമിക്കാതെ സീക്രട്ടായിട്ട് വന്ന് കോൺടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു ഫിയറിങ് എനർജി കൊണ്ട് തന്നെയാണ്. ഇനി ഇവരുടെ ഒരു മൈൻഡ് വേർഡ്സ് എന്താണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ബ്രോക്കൺ എന്നുള്ളൊരു എനർജിയാണ്. ഐ ഫീൽ ഷാറ്റേർഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു എനർജി തന്നെയാണ്. അവരാകെ തകർന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് താങ്ങാവുന്നതിലധികം വിഷമം നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സാബോട്ടാഷ് എനർജിയാണ്. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. അപ്പോൾ അവരുടെ പേരിൽ തന്നെ പഴിചാരുന്ന ഒരവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ചിലപ്പോഴെങ്കിലും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ അവരുടെ ലൈഫിലുള്ള നല്ല കാര്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പോൾ ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കഴിവുകേട് കൊണ്ടാണ് എന്ന് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിരിക്കാം. ഇതുപോലെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് റിഗ്രറ്റ് ആണ്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. ഇതൊരിക്കലും സംഭവിക്കാതിരുന്നെങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഈ ഒരു അകൽച്ച, അല്ലെങ്കിൽ ഉണ്ടായിട്ടിരിക്കുന്ന ഈ ഒരു അകൽച്ച, സെപ്പറേഷൻ എല്ലാം അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ ഇത് ഇല്ലാതിരുന്നപ്പോൾ ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ വരേണ്ടിയില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണിത് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി എനർജിയാണ്. ദർ വർ അതർ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ ദ വേ ഓഫ് us ബീങ് ടുഗെദർ. നിങ്ങളെ ഒന്നു ചേരാൻ സമ്മതിക്കാത്തത് തീർച്ചയായിട്ടും മറ്റുള്ള ചില കാര്യങ്ങളാണ്, തടസ്സങ്ങളാണ് എന്ന് ഈ ഒരു പേഴ്സൺ തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു അകൽച്ചയ്ക്ക് കാരണം എന്നവരുടെ വ്യക്തമാക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം ഇഷ്ടം കൊണ്ടല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കുന്നത്, തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് എന്ന് കാണിക്കുന്ന ഒരു എനർജിയാണതെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ് എനർജിയാണ്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. അപ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറിലെങ്കിലും അവരുടെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ഉണ്ടാവണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലത്തെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമേ കണ്ടതുപോലെ ആ ഒരു പ്ലാനിങ് എനർജി കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയല്ല. ഫിസിക്കലി ചിലപ്പോൾ ഉപേക്ഷിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസോ ഇൻസിഡൻസോ ഇതിനകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുകയും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. നിങ്ങളുമായിട്ട് എത്രത്തോളം ഇത് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ആണ്. നമ്പർ 5 തൃശ്ശൂർ, September month, April month, number 29, Scorpio zodiac sign, letter F, letter M, letter H, October month, Malappuram, Ashwati Nakshatram, May month, letter K, number 18, number 27, number 1, Uttratadi Nakshatram, letter J, Magam Nakshatram, number 3, പൂരുരുട്ടാതി നക്ഷത്രം, ആൻഡ് ഫൈനലി ചോതി നക്ഷത്രം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ്, എനർജീസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൻ്റെ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആൻഡ് റീകൺസിലേഷന് വേണ്ടി കാത്തിരിക്കുന്നവർ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.